കേരളത്തിലെ ആദ്യത്തെ നീറ്റ് UPSC JEE ഇന്റഗ്രേറ്റഡ് ട്യൂഷൻ, അതും ഫ്രീ ആയിട്ട്. കുട്ടികൾക്ക് മാനസികമായിട്ട് വരുന്ന സമ്മർദ്ദങ്ങളും അവരുടെ ഉള്ളിലുള്ളൊരു എന്താ പറയാ കനലുകളൊക്കെ നമുക്ക് കെടുത്താനായിട്ട് സാധിക്കുന്നുണ്ട്. വരുന്ന കുട്ടികളെ അവരുടെ മാക്സിമം റിസൾട്ടിലേക്ക് അവർ കംഫർട്ട് ആയിട്ടുള്ള രീതിയിൽ അവരെ എത്തിച്ചു കൊടുക്കുക. അതാണ് മെന്റർ ബിയുടെ ലക്ഷ്യം. അങ്ങനെ ഏകദേശം ഒരു 6 പേര് ചേർന്നാണ് ഒരു കുട്ടീനെ ഹാൻഡിൽ ചെയ്യുന്നത്. അവരുടെ കരിയറിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ അവരുടെ ഉള്ളിൽ നിന്ന് മാറ്റിയിട്ട് അവർ വ്യക്തമായിട്ടുള്ളൊരു തലത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് മെന്റർ ബി ഈ ഒരു പ്ലാൻ കൊണ്ടുവന്നിരിക്കുന്നത്. കേരളാസ് മോസ്റ്റ് ട്രെൻഡിങ് ട്യൂഷൻ പ്ലാറ്റ്ഫോം മെന്റർ ബി ആൻഡ് മെന്റർ ബിയുടെ സ്വന്തം മീഡിയ പാർട്ട്ണർ M4Tech ജിയോ മച്ചാനസ് വിത്ത് us. കേരളത്തിലെ ആദ്യത്തെ നീറ്റ് UPSC JEE ഇന്റഗ്രേറ്റഡ് ട്യൂഷൻ, അതും ഫ്രീ ആയിട്ട്. അപ്പോൾ ഇനി ഏത് കരിയർ ചൂസ് ചെയ്യാനാണെങ്കിലും നമുക്ക് മെന്റർ ബി മതി. അപ്പോൾ എങ്ങനെയാണ് മെന്റർ ബി എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോമായിട്ട് മീഡിയ പാർട്ട്ണർഷിപ്പിലേക്ക് വരാമെന്ന് തോന്നിയത്? മെന്റർ ബി ഇങ്ങനെ ഒരു പ്രൊജക്റ്റായിട്ട് നമ്മുടെ അടുത്ത് വന്നപ്പോൾ ഒരു ഏകീകൃത പഠന മാധ്യമം, അതായത് കൊച്ചു കുട്ടികളിൽ ചെറുപ്പത്തിലെ തന്നെ അവരുടെ ഫ്യൂച്ചർ എന്താണ്, അവർക്ക് ഭാവിയിലേക്ക് എന്ത് തിരഞ്ഞെടുക്കണം, അതായത് അവരുടെ കരിയറിന് എന്ത് വേണം എന്നുള്ള കാര്യങ്ങൾ എല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്ത് വേറെ എങ്ങും അവർക്ക് പോവാതെ മെന്റർ ബിയിൽ നിന്ന് തന്നെ എല്ലാം സെറ്റാക്കാൻ പറ്റുന്ന ആ ഒരു കൺസെപ്റ്റ്, അത് ഭയങ്കര ഒരു വിജയമായിരിക്കും നമ്മുടെ മനസ്സിൽ അപ്പോഴേ തോന്നിയായിരുന്നു. അപ്പോൾ തന്നെ അത് സെറ്റാക്കാന്ന് വിചാരിച്ചു അല്ലേ? തന്നെ റെഡിയാക്കാൻ വിചാരിച്ചു. അപ്പോൾ ജനറലി കുട്ടികൾക്ക് ഏത് കോഴ്സ് ചൂസ് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ? അതിനെങ്ങനെയാണ് മെന്റർ ബി ഓവർകം ചെയ്യുന്നത്? ഈ ഒരു ചോദ്യം തന്നെ ഞാനും അവരോട് ചോദിച്ചായിരുന്നു. അപ്പം എനിക്ക് ആൻസർ എന്ന് വെച്ചാൽ ഓരോ കുട്ടികൾക്കും ഓരോ അഭിരുചികളായിരിക്കുമല്ലോ. അപ്പോൾ അവരുടെ അഭിരുചി എന്താണെന്ന് അവരെ തന്നെ ബോധ്യപ്പെടുത്തി അവരുടെ ഫ്യൂച്ചറിലേക്ക് എങ്ങനെ അതിനെ യൂസ് ചെയ്യാമെന്ന് അവരെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി അതിനുശേഷം മാത്രമേ മെന്റർ ബിയിലേക്കുള്ള അഡ്മിഷൻസ് മെന്റർ ബി എടുക്കുന്നുള്ളൂ. അതാണ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ കുട്ടികൾക്ക് നമ്മളൊരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കൊടുക്കുകയാണ്. അതായത് അവരുടെ അഭിരുചി എന്താണെന്ന് അവരെ തന്നെ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു സിമ്പിൾ മെത്തേഡ്. കാരണം ഒരുപാട് അഡ്മിഷൻസ് എടുത്ത് ഒരുപാട് ലാഭം ഉണ്ടാക്കാന്നുള്ളൊരു ആ ഒരു മൈൻഡിലല്ല മെന്റർ ബി വർക്ക് ചെയ്യുന്നത്. കുട്ടികളെ അവരെ ഏറ്റവും കംഫർട്ട് സോണിൽ നിർത്തി അവരുടെ ഏറ്റവും മാക്സിമം നമ്മൾ റിസൾട്ട് കൊണ്ടുവരാനായിട്ട് നോക്കുന്ന ആ ഒരു മെത്തേഡാണ്. ഇപ്പം M4Techന്റെ ബാനറിൽ ഒരു ട്യൂഷൻ ക്ലാസ്, M4Tech എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൊച്ചു കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ ജനഹൃദയങ്ങൾ കീഴടക്കിയ ഒരു ചാനലാണ്. അപ്പോൾ ആ ചാനൽ ഇങ്ങനെ ഒരു ട്യൂഷൻ സെൻ്ററുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ഒരുപാട് പ്രതീക്ഷകളുണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പ്രതീക്ഷകളുടെ അമിതഭാരം മെന്റർ ബി ഫുൾഫിൽ ചെയ്യാൻ പോകുന്നത്? ആദ്യമേ ഞാൻ പറയട്ടെ, മെന്റർ ബി എന്ന് പറയുന്നത് എൻ്റെ ഒരു കൺസെപ്റ്റ് അല്ല സത്യത്തിൽ. അതായത് കുറച്ച് യുവാക്കൾ, അതായത് UPSC ആസ്പിരൻസ് ആയിട്ടുള്ള കുറച്ച് യുവാക്കൾ, അതും CBSE സ്റ്റേറ്റ് സിലബസ് ഒക്കെ നല്ല രീതിക്ക് ഹാൻഡിൽ ചെയ്ത് നല്ല കപ്പാസിറ്റി ഉള്ള കുറച്ച് യുവാക്കൾ, അതന്നെ എക്സ്പേർട്ട് ടീച്ചേഴ്സ്, അവരുടെ ഒരു കൺസെപ്റ്റാണ് മെന്റർ ബി എന്ന് പറയുന്നത്. മെന്റർ ബിയിലേക്ക് വരുമ്പോൾ അവിടുത്തെ ഒരു കുട്ടീനെ ഹാൻഡിൽ ചെയ്യുന്നത് ഒരു ടീച്ചറല്ല. അതായത് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തരാണെങ്കിൽ, ക്ലാസ് എടുക്കുന്ന ഒരു ടീച്ചർ, അതുപോലെ തന്നെ അവരെ ലൈവായിട്ട് മോണിറ്റർ ചെയ്യുന്ന ഒരാൾ, അങ്ങനെ ഏകദേശം ഒരു 6 പേര് ചേർന്നാണ് ഒരു കുട്ടീനെ ഹാൻഡിൽ ചെയ്യുന്നത്. കൂടാതെ നമ്മുടെ കൊച്ചുമക്കളുടെ ഒരു പഠന നിലവാരമൊക്കെ വിലയിരുത്താനായിട്ട് അവർക്ക് ഡെയിലി എക്സാം, അതുപോലെ തന്നെ മന്ത്ലി പ്രോഗ്രസ് കാർഡ്, കരിയർ ഗൈഡൻസ്, അങ്ങനെ നമ്മൾ കൊടുക്കുന്ന ഫീച്ചേഴ്സ് പറഞ്ഞു പറയുകയാണെങ്കിൽ അതിന് വേണ്ടി തന്നെ ഒരു സെഷൻ അതിന് വേണ്ടി തന്നെ വേണ്ടി വരും. ഇപ്പം നമുക്കറിയാം നമ്മുടെ കുട്ടികൾ എപ്പോഴും ഹായ് എക്സാം എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. എപ്പോഴും അയ്യോ എക്സാം എന്നുള്ളൊരു എക്സാം ഫിയറോട് കൂടിയിട്ടായിരിക്കും പിള്ളേർ എക്സാമിനെ അപ്രോച്ച് ചെയ്യുക. സോ കുട്ടികളുടെ ഒരു മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് മെന്റർ ബി ചെയ്യുന്നത്? ഞാനിപ്പോൾ മെന്റർ ബിയുടെ ഒരു മീഡിയ പാർട്ണർ ആയ ടൈമിൽ അവരോട് ഞാൻ സംസാരിച്ചൊരു കാര്യമാണ്, ഇപ്പോൾ നമ്മുടെ M4Tech ആണെങ്കിൽ നമ്മൾ കൊണ്ടുപോകുന്നത് ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ മെന്റർ ബിയിൽ വരുന്ന കുട്ടികളും അതുപോലെ എൻജോയ് ചെയ്ത് എൻ്റർടൈൻമെൻറ്റിലൂടെ പഠിച്ചു വരണമെന്ന് നമുക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അവരിൽ ഒരു സ്ട്രെസ് ഉണ്ടാവാതെ അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് പഠിക്കണം എന്നുള്ള കാര്യം വളരെ നിർബന്ധമാണ്. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ എന്താ പറയുക, എത്രത്തോളം നമ്മൾ ശ്രമിച്ചാലും കുറച്ച് കുട്ടികൾക്കൊക്കെ പഠനം എന്ന് പറയുന്നത് ഒരു കീറാമുട്ടി തന്നെയാണ്. അങ്ങനെയുള്ള കുട്ടികൾക്ക് അവരെ ഹാൻഡിൽ ചെയ്യാനായിട്ട് മെന്റർ ബി സ്മൈൽ പ്രോഗ്രാം എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രോഗ്രാം കഴിയുന്നതോടുകൂടി കുട്ടികൾക്ക് മാനസികമായിട്ട് വരുന്ന സമ്മർദ്ദങ്ങളും അവരുടെ ഉള്ളിലുള്ളൊരു എന്താ പറയുക കനലുകളൊക്കെ നമുക്ക് കെടുത്താനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്മൈൽ പ്രോഗ്രാം കഴിയുമ്പോൾ തന്നെ ഒരുപാട് പാരൻസ് പറയാറുണ്ട് കുട്ടികളിൽ നല്ല വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു എഫേർട്ടിനുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നു എന്ന് അറിയുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര സന്തോഷമാണ്. അത് ആ ഒരു ഫീഡ്ബാക്ക് തന്നെയാണ് നമ്മളുടെ വിജയം അല്ലേ? സത്യം. ആദ്യ വർഷം തന്നെ ക്രാഷ് കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതിൽ 80% കുട്ടികളെയും 90% എബവ് മാർക്കിലേക്ക് എത്തിക്കാൻ മെന്റർ ബിക്ക് സാധിച്ചു. അപ്പോൾ ഈ വർഷം നമുക്കിനി എന്തൊക്കെ മാജിക്സ് ആയിരിക്കും ഫ്രം മെന്റർ ബി പ്രതീക്ഷിക്കാൻ പറ്റുക? അയ്യോ, മാജിക് എന്നൊന്നും പറയല്ലേ. മെന്റർ ബി ചെയ്യുന്നത് ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി മെത്തേഡാണ്.
ആ ഒരു മെത്തേഡിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ മാക്സിമം എഫേർട്ട് അവരെ കൊണ്ട് എടുപ്പിച്ച് അവരുടെ മാക്സിമം റിസൾട്ട് നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് നോക്കുകയാണ്. ആ ഒരു കാര്യം മാത്രമേ മെൻറ്റർബി ചെയ്യുന്നുള്ളൂ. ബാക്കിയെല്ലാം അവിടുത്തെ പഠിക്കുന്ന കുട്ടികളുടെ കഴിവെന്ന് നമ്മൾ പറയുള്ളൂ. കാരണം അവരുടെ മാക്സിമത്തിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ നല്ല രീതിക്ക് വർക്ക് ചെയ്യും, നല്ല സപ്പോർട്ട് കൊടുക്കും. ബാക്കി അവർക്ക് കിട്ടുന്ന വിജയം അവർക്ക് തന്നെ അവകാശപ്പെട്ടതാണത്. അങ്ങനെയാണ് നമ്മുടെ മാജിക് വർക്ക് ചെയ്യുന്നത്.